ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ JRC വിദ്യാർത്ഥികൾ എഴുതാൻ പോകുന്ന A-ലെവൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ, ജീൻ ഹെൻറി ഡ്യൂനന്റ്. രണ്ടാമത്തെ ചോദ്യം, റെഡ് ക്രോസ് ദിനം എന്നാണ്? ആൻസർ, മെയ് 8. മൂന്നാമത്തെ ചോദ്യം, റെഡ് ക്രോസ് സൊസൈറ്റിക്ക് രൂപം നൽകിയ ജീൻ ഹെൻറി ഡ്യൂനന്റ് ജനിച്ച പട്ടണം ഏതാണ്? ആൻസർ, ജനീവ. നാലാമത്തെ ചോദ്യം, ജീൻ ഹെൻറി ഡ്യൂനന്റ് ജനിച്ചത് ഏതു രാജ്യത്താണ്? ആൻസർ, സ്വിറ്റ്സർലാൻഡ്. അഞ്ചാമത്തെ ചോദ്യം, അമേരിക്കയിലെ എന്തിനേറെ സഹായിച്ച ഗ്രന്ഥമായിരുന്നു അങ്കിൾ ടോംസ് ക്യാബിൻ? ആൻസർ, അടിമത്ത നിർമ്മാർജ്ജനത്തെ. ആറാമത്തെ ചോദ്യം, ജൂനിയർ റെഡ് ക്രോസിൻ്റെ മോട്ടോ എന്താണ്? ആൻസർ, സേവനം. ഏഴാമത്തെ ചോദ്യം, ശത്രുവും മനുഷ്യനാണ്, ഇത് പറഞ്ഞതാരാണ്? ആൻസർ, ജീൻ ഹെൻറി ഡ്യൂനന്റ്. എട്ടാമത്തെ ചോദ്യം, സോൾഫെറിനോ സുവനീർ എന്ന കൃതി രചിച്ചിട്ടുള്ളത് ആരാണ്? ആൻസർ, ജീൻ ഹെൻറി ഡ്യൂനന്റ്. ഒമ്പതാമത്തെ ചോദ്യം, ഗാന്ധിജി ഏത് യുദ്ധത്തിലാണ് റെഡ് ക്രോസ് വോളണ്ടിയർ ആയി സേവനം അനുഷ്ഠിച്ചത്? ആൻസർ, ബോബർ യുദ്ധം. പത്താമത്തെ ചോദ്യം, സോൾഫെറിനോ സുവനീർ ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ആൻസർ, ഫ്രഞ്ച്. 11ാമത്തെ ചോദ്യം, ഡൈനാമിറ്റ് രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ, ആൽഫ്രഡ് നോബൽ. 12ാമത്തെ ചോദ്യം, ഒരു സ്ത്രീ ഉറക്കെ വിളിച്ചു പറഞ്ഞു തൂത്തി ഫ്രെറ്റലി, എന്താണിതിൻ്റെ അർത്ഥം? ആൻസർ, അവരൊക്കെ സഹോദരന്മാരാണ്. 13ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ പ്രിയ സുഹൃത്ത് റോമൻ റോളണ്ട് ഏത് ഭാഷയിലെ സാഹിത്യകാരനായിരുന്നു? ആൻസർ, ഫ്രഞ്ച്. 14ാമത്തെ ചോദ്യം, റെഡ് ക്രോസിൻ്റെ ആദ്യത്തെ പ്രധാന സേവനമുണ്ടായ യുദ്ധം ഏത്? ആൻസർ, ഫ്രാങ്കോ പേർഷ്യൻ യുദ്ധം. 15ാമത്തെ ചോദ്യം, ഇന്ത്യയിലാദ്യം ജൂനിയർ റെഡ് ക്രോസ് പ്രവർത്തനം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ, പഞ്ചാബ്. 16ാമത്തെ ചോദ്യം, സോൾഫെറിനോ സുവനീർ എത്ര മാസം കൊണ്ടാണ് ഡ്യൂനന്റ് രചിച്ചിട്ടുള്ളത്? ആൻസർ, 12 മാസം കൊണ്ട്. 17ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റ് ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ആൻസർ, പാലക്കാട്. 18ാമത്തെ ചോദ്യം, ലോക ഭിന്നശേഷി ദിനം എന്നാണ്? ആൻസർ, ഡിസംബർ 3. 19ാമത്തെ ചോദ്യം, ജീൻ ഹെൻറി ഡ്യൂനന്റിൻ്റെ പിതാവിൻ്റെ പേരെന്ത്? ആൻസർ, ജീൻ ജാക്വസ്. 20ാമത്തെ ചോദ്യം, ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിൻ്റെ ചുമതലയുള്ള അധ്യാപകൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ, JRC കൗൺസിലർ. 21ാമത്തെ ചോദ്യം, 1901 ജീൻ ഹെൻറി ഡ്യൂനന്റിനൊപ്പം നോബൽ സമ്മാനം ലഭിച്ചതാർക്കാണ്? ആൻസർ, ഫെഡറിക് പാസി. 22ാമത്തെ ചോദ്യം, പാലിയം എന്നത് ഏത് ഭാഷയിലുള്ള പദമാണ്? ആൻസർ, ലാറ്റിൻ. 23ാമത്തെ ചോദ്യം, ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റുകളുള്ള വിദ്യാലയങ്ങളിൽ ഈ അധ്യയന വർഷം നടപ്പാക്കിയ പദ്ധതിയുടെ പേര്? ആൻസർ, ഹരിതാങ്കണം 2024-25. 24ാമത്തെ ചോദ്യം, കേരള പാലിയേറ്റീവ് കെയർ ഡേ ദിനം എന്നാണ്? ആൻസർ, ജനുവരി 15. 25ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തതേതാണ്? ആൻസർ, കുഷ്ഠരോഗം. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോകൾ ലഭിക്കാനായി ഈ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബായ്.